ഹായ് ഡിയേഴ്സ്. സോ ഓണം എക്സാമിന് 10 മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു 3 ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, എന്തൊക്കെ ഡാറ്റ ആണ് നമുക്ക് അതിൽ തന്നിട്ടുള്ളത് എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം വായിക്കുന്ന സമയത്ത് നമ്മളെടുത്ത് ആദ്യം പറയുന്നത് മീൻ ഓഫ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് 50 and 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 50 ആണെന്നും വൈ ബാർ എന്ന് പറഞ്ഞാൽ 30 ആണെന്നും ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ്, അത് 5 and 2 ആണ്. അതായത് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 5ഉം സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് 2ഉം. ഈ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെയും കൂടെ തന്നിട്ടുണ്ട്, ആർ കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.7 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഓൺ വൈ ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം? അതിന് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു y മൈനസ് വൈ ബാർ. ഇതാണ് എന്ത് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എക്സ് ബാർ വൈ ബാർ തന്നിട്ടുണ്ട്, ബി എക്സ് വൈ തന്നിട്ടില്ല. അത് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ബി എക്സ് വൈ നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ഇവിടെ ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ വൈ. ഈ ഇക്വേഷൻ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ 0.7 ആണ് എന്ന് തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ആൻസർ ആയിട്ട് വരുന്നത് 1.75 ആണ്. അപ്പം ഇനി എന്ത് ചെയ്യാം? നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം, ആൻസറായി. ഇത്രയും അവിടെ ചെയ്യാനായിട്ടുള്ള 3 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എക്സ് മൈനസ് 50 ഈസ് ഈക്വൽ ടു 1.75 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ആണ്, അതുകൂടെ കൊടുത്തു. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 50 ആണ്, അതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എക്സ് ഓൺ വൈ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി ഇതിനൊന്നും കൂടെ എന്താണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു എന്നുള്ള ടേമിലേക്ക് ഇതിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം എന്ത് വേണം? ആദ്യം ഈ 2 ആൾക്കാരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ എക്സ് മൈനസ് 50 ഇസ് ഈക്വൽ ടു 1.75 വൈ അല്ലെ. ആദ്യം വൈനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി മൈനസ് 30 ഇൻറ്റു 1.75 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് 52.5 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് 52.5 എന്ന് കിട്ടി. ഇനി ആ 50 എവിടേക്ക് പോകണം? അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പോൾ എന്ത് വരും? 1.75y മൈനസ് 52.5 പ്ലസ് 50 ആണ് വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1.75y മൈനസ് 2.5 എന്ന് കിട്ടും. 52.5 പ്ലസ് 50 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? മൈനസ് 2.5 ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്തി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തിയാൽ കുറച്ചും കൂടെ എന്താണ് കാണാൻ കുറച്ചും കൂടെ നീറ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബൈനോമിയലിന്റെ കേസിൽ മീൻ വാല്യൂ തന്നിട്ടുണ്ട്, വേരിയൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈനോമിയലിന്റെ കേസിൽ എൻ പി ആണ് നമ്മളുടെ ഇക്വേഷൻ. എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം കേട്ടോ. എൻ പി എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇനി ബൈനോമിയലിന്റെ കേസിൽ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ ആണ്. അതെന്താണ്? 6 ആണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് പാരാമീറ്റേഴ്സ് എന്നും പിയും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പ് എല്ലാത്തിലും എന്താണ് എപ്പോഴും സിമിലർ ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. ഇവിടെ നമുക്ക് എന്ത് കാണാം? എൻ പി കാണാം. അപ്പോൾ ഈ 12 എന്താണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം എൻ പി എന്ന് പറഞ്ഞാൽ 12 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 12Q ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഡിവൈഡഡ് ബൈ ആ 12ഉം കൂടെ നേരെ താഴേക്ക് ഇട്ട് കൊടുക്കുക. ആൻസർ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 0.5 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് ക്യൂ ആണ് എന്ന് കിട്ടും. അപ്പോൾ എന്താക്കാം? 1 മൈനസ് 0.5 ആൻസർ എന്താണ്? 0.5 ആണ് ഇത് പി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ എൻ പി എന്ന് പറഞ്ഞാൽ 12 ആണ് എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്.
നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റനിൽ നമുക്ക് എൻ പി ഈക്വൽ 12 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 0.5 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് വരും? n ഇൻറ്റു 0.5 ഇസ് ഈക്വൽ ടു എന്താണ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറഞ്ഞാൽ എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 0.5 n ഇസ് ഈക്വൽ ടു 24 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇത്രയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? n കണ്ടുപിടിച്ചു, p നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഫൈൻ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0 കാണാൻ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമ്മൾ പി എം എഫ് അറിഞ്ഞിരിക്കണം. പി എം എഫ് ബൈനോമിയലിന്റെ കേസിൽ എന്താണ് വരുന്നത്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് വേർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര എൻ ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. ഇതാണ് എന്ത് നമ്മളുടെ പി എം എഫ് എന്ന് പറയുന്നത്. ആരുടെ കേസിൽ? ബൈനോമിയലിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ആണ്. സി എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.5 ആണ് വരുന്നത്. അപ്പോൾ 0.5 റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും 0 ആണ്. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ആണ്. എൻ മൈനസ് എക്സ് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ 24 മൈനസ് 0 എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 24C0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. 0.5 റേസ് 0 എന്ത് തന്നെയാണ്? 1 ആണ് വരുന്നുണ്ടായിരിക്കുക. ഇനി 0.5 റേസ് ടു 24. സോ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ വെക്കാം. 0.5 റേസ് ടു 24 ആണ് എന്ത് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഈ കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ലെങ്തി ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. 0.5 റേസ് 24 എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ആൻസർ ആണ്, സെറ്റാണ്. ഇനി ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ, ഇന്റഗ്രേഷൻ നമ്മളെ കാൽക്കുലസ് എന്നുള്ള ചാപ്റ്ററിലാണ് വന്നിട്ടുള്ളത്. ഇന്റഗ്രേഷൻ ആണ് ചെയ്യാനായിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ആണോ ഡിഫറൻസിയേഷൻ ആണോ എങ്ങനെയാണ് മനസ്സിലാക്കാം? അതിന്റെ റേഞ്ച് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നോക്കി കഴിഞ്ഞാൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഇപ്പൊ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0, 1, 2 എന്നൊക്കെ ആണെങ്കിൽ ഓർപ്പിക്കുക അത് ഡിസ്ക്രീറ്റ് ആണ് വരുന്നത്. ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ്? ഒരു ഇന്റർവൽ ആണ് തന്നിട്ടുള്ളത്. സോ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് കെ ന്റെ വാല്യൂ കണ്ടെത്താനായിട്ടാണ്. അപ്പൊ ഇതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ PDF ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എല്ലാ പ്രോബബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഇവരെ -∞ ടു ഇൻഫിനിറ്റി f(x) dx എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ ഓൾറെഡി PDF ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ 2 കണ്ടീഷൻസ് എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കെയിന്റെ വാല്യൂ വേണം എന്ത് നമുക്ക് കണ്ടെത്താനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് -∞ 0 ടു ഇൻഫിനിറ്റി. 0 to റേഞ്ചിലാണ് f(x)ന് വാല്യൂ വരുന്നത്. അത് എത്രയാണ്? kx - 2 ആണ് വരുന്നത്. ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഓക്കെ, ഞാൻ ഇന്റഗ്രൽ -∞ ടു 0 f(x) dx പ്ലസ് ഇന്റഗ്രൽ 0 ടു 2 f(x) dx പ്ലസ് ഇന്റഗ്രൽ 2 ടു ഇൻഫിനിറ്റി f(x) dx. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. കാരണം ഇത് PDF ആണ്. ഇനി ആദ്യത്തെയും അവസാനത്തെയും എന്താണ്? 0 ആയപ്പം അവിടെ ഫംഗ്ഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ആകെ വാല്യൂ വരുന്നത് എവിടെയാണ്? ആകെ 0 ടു 2 എന്നുള്ള റേഞ്ചിലാണ്. f(x)ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ kx - 2 dx ആണ് വരുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x⁻n+1 ബൈ n+1 പ്ലസ് c ആണ്. ഇനി ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനെ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിലോ അതിന്റെ കൂടെ എക്സിനെയും കൂടെ എന്താണ് ചേർത്ത് വെക്കുക. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ k ഇൻറ്റു x⁻1 എന്നുള്ള രീതിയിലാണ് അല്ലെ. അപ്പൊ 1 + 1 എന്ത് വരും? ഇവിടെ 2 ആണ് വരിക. ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. മൈനസ് ഇവിടെ 2ന്റെ കൂടെ എന്താണ്? 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 2ന്റെ കൂടെ എക്സിനും കൂടെ എന്താണ് ചേർത്ത് വെക്കണം. അപ്പൊ ഇവിടെ -2x എന്ന് കിട്ടും. ഏതാണ് റേഞ്ച്? 0 മുതൽ 2 വരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ആദ്യം ചെയ്യേണ്ട എന്താണ്? അപ്പർ ലിമിറ്റ് വേണം നമ്മൾ കൊടുക്കാൻ. എന്നിട്ട് അതിന് ശേഷം എന്താണ്? മൈനസ് ലോവർ ലിമിറ്റ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ 2 കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും? k × 2² / 2 -2 × 2. അപ്പർ ലിമിറ്റ് എക്സ് കാണുന്നിടത്തൊക്കെ എന്താണ്? 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഇനി അടുത്തത് എക്സ് കാണുന്നിടത്തൊക്കെ എന്താണ്? 0 ആണ് കൊടുക്കേണ്ടത്. k × 0² / 2 -2 × 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? 0 ആയിട്ട് പോകും. കാരണം എന്താ? k × 0 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ 0. 2 × 0 0. ഫൈനൽ ആൻസർ എന്താണ്? 0 ആണ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക. ഇവിടെ എന്തൊരു 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇവിടെ 4k/2 എന്ന് കിട്ടും. -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
2k ആണ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2k ഇസ് ഈക്വൽ ടു -4നെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 1 + 4 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ കെയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 2നെ കൂടി പിടിച്ച് താഴേക്ക് ഇടുക, എന്ത് വരും? 5/2 ആണ് എന്ത് നമ്മളെ കെയിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. സോ അത്യാവശ്യം കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ 3 മാർക്കാണ് എന്ത് സ്കോർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇൻഡയറക്റ്റ്ലി എങ്കിലും നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ചെറിയൊരു ഭാഗം നോക്കി, പിന്നെന്താണ് നമ്മളിവിടെ 5th ചാപ്റ്റർ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 2nd ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡൽ എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കുക, ആൻഡ് എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.